PSC ഈസി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഇന്നലെ നടന്ന കേരള PSCയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാം, അതായത് ബൈ ട്രാൻസ്ഫറിന്റെ ഒരു LDC ലെവൽ എക്സാം നടന്നിന്. ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് LDC 2024 LDC എഴുതുന്ന എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നന്നായി മനസ്സിലാക്കി വെക്കുക. ഇതിൽ കറണ്ട് അഫയേഴ്സ് എൻ്റെ ചാനലിൽ ഞാൻ പഠിപ്പിച്ച മിക്ക ക്വസ്റ്റ്യൻസും ഇതിന്റെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം, അതുപോലെ 2023 സരസ്വതി സമ്മാന ജേതാവ്, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ്, അതുപോലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, ഇങ്ങനെയുള്ള ഞാൻ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് കറണ്ട് അഫയേഴ്സിൽ പിന്നെ മെയിനായിട്ട് വന്നത്. അതുപോലെ എൻ്റെ ചാനലിൽ കമ്മ്യൂണിറ്റിയിലിട്ട ക്വസ്റ്റ്യൻസ്, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്, അതുപോലെ നവോത്ഥാന നായകന്മാരുടെ പുസ്തകങ്ങൾ, ആത്മോപദേശ ശതകം, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ഈ പുസ്തകങ്ങളെല്ലാം എൻ്റെ ചാനലിൽ ചർച്ച ചെയ്തതാണ്. അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എൻ്റെ ചാനലിൽ ഡിസ്കസ് ചെയ്തതാണ്. ശ്രീകുമാര ഗുരുദേവന്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പിന്നെ റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എൻ്റെ ചാനലിൽ ഡിസ്കസ് ചെയ്തത്, കമ്മ്യൂണിറ്റിയിലൂടെ ആയാലും എൻ്റെ വീഡിയോയിലൂടെ ആയാലും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ LDC എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത എക്സാം LDC എക്സാം എഴുതുന്നവർ തീർച്ചയായും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും, നല്ല റിസൾട്ടും ഉണ്ടാവും. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? 3 പ്രസ്താവനകൾ. ഒന്ന്, ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഈ പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂർണ്ണ സ്വരാജ് എന്ന് കേൾക്കുമ്പോൾ ഏത് സംഭവമാണ്? ലാഹോർ സമ്മേളനമാണ് അല്ലെ. ആൻസർ ഓപ്ഷൻ സി ആണ്, ലാഹോർ സമ്മേളനം. നെക്സ്റ്റ്, ചൈനയെ ആധുനികീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ. 3 പ്രസ്താവനകളുണ്ട്. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ചൈനയെ ആധുനികീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇതെല്ലാമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തുക. 4 സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ബോസ്റ്റൺ ടീ പാർട്ടി, പാരീസ് ഉടമ്പടി, 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇതില് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 2, 4, 1, 3. 2, 4, അതായത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ഫസ്റ്റ് വരുന്നത്. ഇതിൽ 1773 ബോസ്റ്റൺ ടീ പാർട്ടി വരുന്നത്. പിന്നെ 1ാം കോണ്ടിനെന്റലാണ് 1774. അതിനുശേഷം വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776. ലാസ്റ്റ് വരുന്നതാണ് പാരീസ് ഉടമ്പടി 1783. അവസാനമാണ് പാരീസ് ഉടമ്പടി വരുന്നത്. അവസാനം പാരീസ് ഉടമ്പടി വരുന്ന ഓപ്ഷൻ സി ആണ്. അതായത് 2, 4, 1, 3 ആ ആൻസർ ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചത്? ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് രേഖപ്പെടുത്തുക. പിന്നെ കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരും അവരുടെ പുസ്തകങ്ങളും കൊടുത്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം കൊടുത്തിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, പിന്നെ വൈകുണ്ഠ സ്വാമികൾ പ്രാചീന മലയാളം കൊടുത്തിട്ടുണ്ട്. വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായതാണ്. ഇതില് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം ശരിയാണ്. അതുപോലെ ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം ശരിയാണ്. പിന്നെ വാഗ്ഭടാനന്ദൻ അഭിനവ കേരളവും ശരിയാണ്. പക്ഷെ ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2, 4 എന്നിവ മാത്രം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ സി ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ഇനി 1ാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. കാൺപൂരിന്റെ നേരെ കൻവർ സിംഗ് കൊടുത്തു. ബീഹാർ റാണി ലക്ഷ്മിബായി, ഡൽഹി നാനാസാഹിബ്, ഝാൻസി ബഹദൂർ ഷാ രണ്ടാമൻ. അതിൽ ആൻസർ വരുന്നത് ബി ആണ്. 1, 3. കാൺപൂരിൽ നാനാ സാഹിബ് നേതൃത്വം കൊടുത്തു. ബീഹാറിൽ കൻവർ സിംഗ് ആണ്.
അതുപോലെ ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ഓപ്ഷൻ ബി ആണ് ആൻസർ. കാൺപൂർ നാനാ സാഹിബ്, ബീഹാർ കൻവർ സിംഗ്, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയാൻ തന്നിട്ടുണ്ട്, ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ് തന്നിട്ടുണ്ട്, അതുപോലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡി ആയിട്ട് കൊടുത്തത് ബിയും സിയും ശരിയാണ് എന്നാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് കേട്ടോ. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ എന്നുള്ളതാണ് ശരി. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. നെക്സ്റ്റ്, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. കേരളത്തിലൂടെ കടന്നു പോകുന്നത് ഓപ്ഷൻ സി ആണ്. ദേശീയ ജലപാത 3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ. കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്തത് പിന്നെ പാലക്കാട്, ഇടുക്കിയാണ് ആൻസർ. ഓപ്ഷൻ എ ആണ്. പാലക്കാട്, ഇടുക്കിയിൽ കണ്ടൽ വനങ്ങൾ തീരെയില്ല. പിന്നെ കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, അവിടെയെല്ലാം ഉണ്ട്. ഇല്ലാത്ത ജില്ലകളാ ചോദിച്ചത്. പാലക്കാട്, ഇടുക്കി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം, ലോകത്ത് ഏറ്റവും നല്ല സന്തോഷമുള്ള രാജ്യം ഓപ്ഷൻ സി ആണ്. ഫിൻലാൻഡ്. ഫിൻലാൻഡിലാണ് ഏറ്റവും നല്ല സന്തോഷം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന നമുക്കറിയാം ഓപ്ഷൻ എ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ശൈത്യകാലത്ത് മഴ ലഭിക്കാൻ കാരണം പ്രതിഭാസം പശ്ചിമ അസ്വസ്ഥതയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പശ്ചിമ അസ്വസ്ഥത. അടുത്ത ക്വസ്റ്റ്യൻ, 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? നമുക്കറിയാം നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്. പെട്രോളിയം. പെട്രോളിയാണ് മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഓപ്ഷൻ എ ആണ്. സെബി. SEBI. സെബി ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അടുത്ത ദിവസം, ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്ട് ഏത് മേഖലയായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റാർസ് പ്രൊജക്ട് എന്നുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ. സ്കൂൾ വിദ്യാഭ്യാസം. സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റാർസ് പ്രൊജക്ട് കേട്ടോ. സ്കൂൾ വിദ്യാഭ്യാസം ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നത് ഡാഷിന്റെ ലക്ഷ്യം. എന്തിന്റെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ലൈഫ് മിഷൻ. നമുക്കറിയാം ഭവനാകുമ്പോൾ പാർപ്പിട സംവിധാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓപ്ഷൻസിൽ ലൈഫ് മിഷന് ശരിയാകുന്നതുള്ളൂ. പഞ്ചവത്സര പദ്ധതി ഉണ്ട്, നീതി ആയോഗ് ഉണ്ട്, അന്ത്യോദയ, അന്യോജന ഉണ്ട്. അതൊന്നുമല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. ലൈഫ് മിഷൻ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയായി സംയോജിപ്പിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ആഭ്യന്തര സമ്പദ്ഘടന ലോക സമ്പദ്ഘടനയായിട്ട് സംയോജിപ്പിക്കുന്നതിന് പറയുന്നത് ആഗോളവൽക്കരണം എന്നാണ്. ഓപ്ഷൻ 2 ആണ് ആൻസർ. ആഗോളവൽക്കരണം. ഓപ്ഷൻ ബി ആണ്. 2 മാത്രം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? 2ാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് ആൻസർ. 2ാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ്. ഇനി നെക്സ്റ്റ്, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ കേട്ടോ. അതിർത്തി നിർണയ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? അതെല്ലാവർക്കും മാറിപ്പോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഗവർണർ. ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഗവർണർ. ഇനി ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. താഴെയുള്ളവയിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്. അടുത്തത്, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരൻ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? തോമസ് ഹെയർ വ്യവസ്ഥ അവതരിപ്പിച്ചത് ഏത് കൃതിയിലൂടെയാണ്? ഓപ്ഷൻ ബി ആണ്. മെഷീനറി ഓഫ് റെപ്രസെന്റേഷൻ എന്ന കൃതിയിൽ. മെഷീനറി ഓഫ് റെപ്രസെന്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത്? ഓപ്ഷൻ ഡി ആണ്. 2023 സെപ്റ്റംബർ 28. രാഷ്ട്രപതി ഒപ്പുവെച്ചതാണ് സെപ്റ്റംബർ 28.
നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതലയുള്ളത്? നമുക്കറിയാം, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതലയുള്ളത് CISF ആണ്. CISF, ഓപ്ഷൻ ബി ആണ് ആൻസർ, CISF. നെക്സ്റ്റ്, കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേര് നവജീവൻ എന്നാണ്. നവജീവൻ. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേര് നവജീവൻ. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ഇതിൽ ഓപ്ഷൻസിൽ തെറ്റാണ് കേട്ടോ കൊടുത്തത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം 13 രൂപയെ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. ആദ്യം കേരളത്തിന്റെ ദിവസവേതനം 333 ആയിരുന്നു അല്ലെ. പിന്നെ 13 രൂപ വർദ്ധിപ്പിച്ചതാണ് നിലവിലുള്ളത്. പക്ഷേ ഓപ്ഷൻസിൽ 22, 21, 24, 23 എന്നാ കൊടുത്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായിട്ടാണ് ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? ശ്രീ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, പ്രത്യക്ഷ രക്ഷ ദൈവസഭ, PRDS. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്നുള്ള പുസ്തകത്തിന്റെ രചയിതാവ്, ഓപ്ഷൻ ബി ആണ്, ചേറ്റൂർ ശങ്കരൻ നായർ. C. ശങ്കരൻ നായർ ആണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. ചേറ്റൂർ ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ്. ഓപ്ഷൻ സി, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും, വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ് 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കേട്ടോ. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും, ഓപ്ഷൻ സി. അടുത്തത്, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ടാക്സുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെത് ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 243H കേട്ടോ. അത് മാറിപ്പോയത്, 243H ആണ് ടാക്സുകൾ പിരിച്ചെടുക്കാനുള്ള അധികാരം നൽകുന്നത് ഗ്രാമപഞ്ചായത്തുകൾക്ക്. അനുച്ഛേദം 243H. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഓപ്ഷൻ സി, കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് കേശവാനന്ദ ഭാരതി. നെക്സ്റ്റ്, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. ആൻസർ PK തുങ്കൻ കമ്മിറ്റിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. നെക്സ്റ്റ്, രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നുണ്ട്. അത് ശരിയായത് ഏതൊക്കെയാണെന്ന് പറയുന്നത്, നിശാന്തത. നിശാന്തതയുടെ നേരെ വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് റെഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, സീറോഫ്താൽമിയ കൊടുത്തത് അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു എന്നുള്ളത്. അത് നമുക്കറിയാം, സീറോഫ്താൽമിയ അല്ല അല്ലെ. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥ ഗ്ലൂക്കോമയാണ്. പിന്നെ തേർഡ് ഓപ്ഷൻസിൽ പറഞ്ഞത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയവും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു. അതാണ് സീറോഫ്താൽമിയ. അപ്പൊ ഓപ്ഷൻ എ മാത്രമേ ശരിയുള്ളൂ കേട്ടോ. സി ആണ്, ഒന്ന് മാത്രം ശരി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻസിൽ സി, ഒന്ന് മാത്രം ശരിയാണ്. നിശാന്തത മാത്രമേ ഇവിടെ കൊടുത്തതിൽ ശരിയായിട്ടുള്ളൂ. ബാക്കി സീറോഫ്താൽമിയും ഗ്ലൂക്കോമയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ കൊടുത്തത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രം ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. നെക്സ്റ്റ്, മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം. എല്ലാവർക്കും അറിയാം, ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഓപ്ഷൻ ഡി, ഇരുമ്പാണ്, ഇരുമ്പ്. ഇനി എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ലെപ്റ്റോസ്പൈറ. ആൻസർ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ അല്ലെ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ സൂക്ഷ്മജീവി ഏതാണ്? ലെപ്റ്റോസ്പൈറ. നെക്സ്റ്റ്, ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നാണ്. മൈ ലൈഫ് ആൻഡ് മൈ റൈറ്റ്സ് ആണ്. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ളത് ബി ആണ് ആൻസർ. എന്റെ ആരോഗ്യം എന്റെ അവകാശം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജീവിതശൈലി രോഗങ്ങളേവ? ജീവിതശൈലി രോഗങ്ങളാ ചോദിച്ചത്. ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. എംഫിസിമയും ഫാറ്റി ലിവറും ആണ് ജീവിതശൈലി രോഗങ്ങൾ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അലീമിയയിലെ ജനിതക രോഗങ്ങളിൽ വരുന്നതാണ് കേട്ടോ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അലീമിയ, പിന്നെ അനീമിയ ജനിതക രോഗങ്ങൾ. അപ്പൊ ജീവിതശൈലി രോഗങ്ങളെ ചോദിച്ചത് 1ഉം 2ഉം. ഓപ്ഷൻ എ ആണ് ആൻസർ, 1ഉം 2ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, BS6.
BS6 ആണ് ആൻസർ, BS6. അടുത്ത ക്വസ്റ്റ്യൻ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യ കിരണം കേട്ടോ. 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പേര് ആരോഗ്യ കിരണം എന്നാണ്, ആരോഗ്യ കിരണം. അടുത്തത്, പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലയിലാണ്? പെരിയാർ കടുവ സങ്കേതം ഓപ്ഷൻ സി ആണ്, ഇടുക്കി പത്തനംതിട്ട കേട്ടോ. ഇടുക്കിയും പത്തനംതിട്ടയിലുമാണ് പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത്, ഇടുക്കി പത്തനംതിട്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം? ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് അമേരിക്കയാണ്. അമേരിക്കയിലാണ് ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് കേട്ടോ, അമേരിക്ക, ഓപ്ഷൻ എ. നെക്സ്റ്റ്, 50 കിലോ മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? ഓപ്ഷൻ സി ആണ്, രണ്ടും ഒരുമിച്ച് എത്തുക കേട്ടോ, രണ്ടും ഒരുമിച്ചാണ്, ഓപ്ഷൻ സി. ഇനി ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? റോക്കറ്റ് വുമൺ ഞാൻ പറഞ്ഞു ഋതു കർദാൾ ആണ് അല്ലെ. റോക്കറ്റ് മാൻ ആണെങ്കിൽ കെ ശിവനാണ്, റോക്കറ്റ് വുമൺ ഋതു കർദാൾ. ഈ താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി ഓപ്ഷൻ ബി ആണ്, കുറയുന്നു എന്നുള്ളതാണ്. മാറിപ്പോയത്, കൂടുന്നു അല്ല കുറയുന്നു ആണ്. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം, അലോഹമാണ് ചോദിച്ചത്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിൻ ആണ്, മെർക്കുറി എഴുതരുത്, ബ്രോമിൻ. ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ കേട്ടോ. നെക്സ്റ്റ്, ആനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആനോഡൈസിങ് എന്നുള്ളത് അലൂമിനിയം, ഓപ്ഷൻ സി ആണ്. അലൂമിനിയത്തിന്റെ ലോഹ സംരക്ഷണ പ്രക്രിയയുടെ പേരാണ് ആനോഡൈസിങ് കേട്ടോ, അലൂമിനിയം. നെക്സ്റ്റ്, പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദീതീരത്താണ്? നമുക്കറിയാം പമ്പ അല്ലെ, പമ്പ നദീതീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്, പമ്പ. അടുത്തത്, ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഈസി ആണല്ലേ, ഗ്രാൻഡ് സ്ലാം ടെന്നീസ്, ഗ്രാൻഡ് സ്ലാം ടെന്നീസ്, ഓപ്ഷൻ സി ആണ് ആൻസർ, ടെന്നീസ്. 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ ബി ആണ്, പ്രഭാവർമ്മ. നമുക്കറിയാം 2024 ഇത് പ്രഖ്യാപിച്ചത്. എന്റെ ചാനലിൽ ഷോർട്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സരസ്വതി സമ്മാനം പ്രഭാവർമ്മ കിട്ടിയതിനെ കുറിച്ച്. അപ്പൊ 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് പ്രഭാവർമ്മ, ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്രഭാവർമ്മ. 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഓപ്ഷൻ ബി ആണ്, ഹിമപ്പുലി. ഇത് എന്റെ ചാനലിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഓപ്ഷൻ ബി ആണ്, ഹിമപ്പുലി. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക്, മൃതിയേക്കാൾ ഭയാനകം. ആൻസർ സി ആണ്, കുമാരനാശാൻ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക്, മൃതിയേക്കാൾ ഭയാനകം ആരുടെ വരികളാണ്? ആശാന്റെ വരികളാണ്, കുമാരനാശാൻ, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം? ശങ്കരൻകുട്ടി കൊടിയേറ്റമാണ് ആൻസർ. അടൂർ ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റം എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രത്തിന്റെ പേരാണ് ശങ്കരൻകുട്ടി കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ഭാരത പര്യടനം എന്നുള്ളത് സാഹിത്യ വിമർശനാണ്. പര്യടനം എന്ന് കേൾക്കുമ്പോൾ ഒരാൾ യാത്രാ വിവരണം എല്ലാം എഴുതിയിട്ടുണ്ടാവും, തെറ്റാണ്, സാഹിത്യ വിമർശനം. എന്തായാലും 40 മാർക്കാന്ന് തോന്നുന്നു സ്കോർ ചെയ്യേണ്ടത്. ഇപ്പൊ 40 മാർക്ക് മിക്കവാറും ആളുകൾക്ക് കിട്ടും, അത്ര ടഫ് ഒന്നുമല്ല, കുറെ ഈസിയാണ്. ഭാരത പര്യടനം എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ, സാഹിത്യ വിമർശനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PROM പ്രോമിന്റെ പൂർണ്ണരൂപം? പ്രോമിന്റെ പൂർണ്ണരൂപം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം? ഡി ആണ്, 2008 IT ആക്ട് അവസാനം ഭേദഗതി ചെയ്തത് കേട്ടോ, 2008. താഴെ പറയുന്നവരിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഓപ്ഷൻ സി, കൂടിയ ഇലക്ട്രോൺ മാഗ്നറ്റിക് ഇന്റർഫറൻസ് എന്നുള്ളതാണ് ശരിയല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്? ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് മാക്കോക്സ് എന്നാണ്, മാക്കോക്സ്, ഓപ്ഷൻ സി, MACOSX, മാക്കോക്സ് എന്നുള്ളതാണ് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തതാണ് ചോദിക്കുന്നത്. യാഹൂ, ബിങ്, ആസ്ക് എന്നുള്ളത് സെർച്ച് എഞ്ചിൻ ആണ്. അല്ലാത്തത് ഇതിൽ സഫാരി ആണ് കേട്ടോ, സഫാരി വെബ് ബ്രൗസർ ആണ്.
സഫാരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സഫാരി. സെർച്ച് എഞ്ചിൻ അല്ലാത്തത് സഫാരി. നെക്സ്റ്റ്, ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് പ്രകാരം 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ. കുട്ടിയുടെ വിഭാഗത്തിൽ വരുന്നത് 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയായി പരിഗണിക്കാന്നുള്ളതാണ്. 18 വയസ്സിൽ താഴെയുള്ള വ്യക്തി. ഓപ്ഷൻ സി ആണ് ആൻസർ, 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, SC/ST വിഭാഗങ്ങൾക്കെതിരെ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് 1989. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 1989 ആണ് കേട്ടോ. 86 ചിലവർ എഴുതാൻ സാധ്യതയുണ്ട്, തെറ്റാണ്, 89. നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത്? ഓപ്ഷൻ സി ആണ്, ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിന്റെ അവകാശം, തെരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇതെല്ലാം ഒരു ഉപഭോക്താവിന്റെ അവകാശമാണ്. അല്ലാത്തതാണ് ചോദിച്ചത്, ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ഇപ്പോഴാരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ? എന്റെ വീഡിയോയിലെല്ലാം ഡിസ്കസ് ചെയ്ത് തന്നെയാണ് കറണ്ട് അഫയേഴ്സിൽ. ഏതാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. അതുപോലെ പുതിയ നിയമനങ്ങളിൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും വന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ഓപ്ഷൻ ബി ആണ്, BS മാവോജി കേട്ടോ. BS മാവോജി ആണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ഓപ്ഷൻ സി, ശ്രീ BS മാവോജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണുള്ളത്? പോക്സോ ആക്ടിലെ വകുപ്പുകളുടെ എണ്ണം 46. ഓപ്ഷൻ ബി ആണ്, 46. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതില് ചിലത് 2-3 ഒരു ഡൗട്ട് ഉണ്ട്, എന്നാലും പിന്നെ അറിയുന്ന പോലെയുള്ള ആൻസർ ഞാൻ പറയുന്നുണ്ട്. പിന്നെ തെറ്റാണെന്ന് അറിയുന്നവർ, ഉറപ്പുള്ളവര് അത് കമന്റ്സിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ ആ ആൻസർ പിൻ ചെയ്ത് വെക്കാം. പൊതുവ്യത്യാസം 6 ആയ സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം. ഓപ്ഷൻ ബി ആണ്, 106 കേട്ടോ, 106. ഇനി 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണിന്റെ അളവ് എത്ര? ഓപ്ഷൻ ഡി ആണ്, 180. ഇനി ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം. ഓപ്ഷൻ സി ആണ്, 8√2 എന്നുള്ളത്. അതുപോലെ ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര? ഓപ്ഷൻ എ ആണ്, 2/7. 2/7 ആണ് ആൻസർ. നെക്സ്റ്റ്, ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ സി വൃത്തകേന്ദ്രം കോൺ ABD സമം 30 ഡിഗ്രി ആയാൽ കോൺ ACD എത്ര? ഓപ്ഷൻ ബി ആണ്, 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രി. ഓപ്ഷൻ ബി. ഇനി ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്ര കോൺ എത്ര? ഓപ്ഷൻ സി ആണ്, 60 ഡിഗ്രി, 60 ആണ് ആൻസർ. ഇനി 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ. ഓപ്ഷൻ എ ആണ്, 5. ഇനി 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക. ഓപ്ഷൻ എ ആണ്, 165 കേട്ടോ. 5 മുതൽ 25 വരെ ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക 165. ഓപ്ഷൻ എ. നെക്സ്റ്റ്, മലയാളമാണ് പറയുന്നത്. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. വിദ്വാൻ നമുക്കറിയാം, വിദുഷി. ഓപ്ഷൻ സി ആണ്, വിദുഷി. അശ്വത്ഥം എന്ന പദത്തിന് സമാനമായ അർത്ഥം. അശ്വത്ഥം അരയാലാണ്, അരയാൽ. ഒറ്റ പദം എഴുതുക. അപ്പൊ അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം. ഓപ്ഷൻ ഡി ആണ്, ജിജ്ഞാസ. പിന്നെ വിപരീത പദം സ്വകീയം. ആൻസർ പരകീയമാണ്. ഓപ്ഷൻ ബി ആണ്, പരകീയം. ഇനി പിരിച്ചെഴുതുക. പടക്കളം. ഓപ്ഷൻ സി ആണ്, പട പ്ലസ് കളം. പട അധികം കളം, പടക്കളം. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ ഡി ആണ്, ഭീഷണിപ്പെടുത്തുക. ഓലപ്പാമ്പ് കാട്ടുക, ഭീഷണിപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. അതിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഗത്യന്തരം ഇല്ലാതായപ്പോൾ ലീലക്ക് വീട് വിൽക്കേണ്ടി വന്നു. അതിൽ മറ്റു ഗത്യന്തരം ഇല്ലാതായപ്പോൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഗത്യന്തരം തന്നെ മറ്റു മാർഗം ഇല്ല എന്ന് അർത്ഥം. മറ്റു വേണ്ട. ലീലക്ക് മറ്റു ഗത്യന്തരം ഇല്ലാതായപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. അതിലും മറ്റും ഉണ്ട്, അത് വേണ്ട. ലീലക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റു ഗത്യന്തരം ഇല്ലാത്തത് കൊണ്ടാണ്. അതിലും മറ്റുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഗത്യന്തരം ഇല്ലാതായപ്പോൾ ലീലക്ക് വീട് വിൽക്കേണ്ടി വന്നു. അടുത്തത് ചേർത്തെഴുതുക. നല്ല അധികം നൂല്. ഓപ്ഷൻ എ ആണ്, നന്നൂൽ. മാറിപ്പോയത്, നന്നൂലാണ്. ഇനി മാവ് എന്ന പദത്തിന്റെ പര്യായ ശബ്ദം അല്ലാത്തത്. ഓപ്ഷൻ ബി ആണ്, വരകം. വരകം. അടുത്ത ശരിയായ പദം കണ്ടെത്തുക. കവയിത്രിയാണ്. ഓപ്ഷൻ ഡി. കവയിത്രി അല്ല, കവയിത്രി.
കേട്ടോ. കവിയത്രി വരൂല, കവിയിത്രിയും വരൂല. ഓപ്ഷൻ ഡി ആണ് കവയിത്രി കേട്ടോ. ഓപ്ഷൻ ഡി കവയിത്രി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് അടുത്ത LDC എഴുതാൻ തീരുമാനിച്ചിരിക്കുന്നവർ, അതിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്ന് നിർബന്ധമായും കേട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലൊരു ആൻസർ കണ്ടിട്ട് ഞാൻ പറയുന്ന ആൻസറുമായി അത് സാമ്യമാണോ എന്നെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നെക്സ്റ്റ് LDCക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. LDC സിലബസ് അനുസരിച്ചുള്ള 10th ലെവൽ എക്സാമിന്റെ ബേസുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നന്നായി ചെയ്യാം. മോക്ക് ടെസ്റ്റ് രൂപത്തിൽ കറണ്ട് അഫയേഴ്സ് ആയാലും പിന്നെ GK പിന്നെ മാത്സ് എല്ലാത്തിനും നന്നായി സമയം കണ്ടെത്തി നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.